ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. രണ്ട് കൊറിന്തോസ് 5:7 അവിടെ പറയുന്ന വചനം ഇതാണ്. പൗലോസ്ലീഹ പറയുകയാണ്, എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഒന്ന് ഏറ്റു പറയാമോ? എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒന്ന് നോക്കിക്കേ. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു ജീവിതത്തിൽ പൗലോസ്ലീഹ. അത് കഴിഞ്ഞപ്പോൾ ആ വിശ്വാസം വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി അത്ഭുതങ്ങൾ വേണ്ട, മറിച്ച് കൺമുമ്പിൽ കാണേണ്ട ആവശ്യമില്ല, ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് പൗലോസ്ലീഹ നമ്മോട് പറയുക. കാഴ്ചയാലല്ല ഞങ്ങൾ നയിക്കപ്പെടുന്നത്, മറിച്ച് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. എന്നാൽ ഇത് നേരെ നമ്മളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളിപ്പോൾ നയിക്കുന്നത് എങ്ങനെയാണ്? കാഴ്ചയാലാണോ വിശ്വാസത്താലാണോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം, എങ്കിലേ നമ്മുടെ വിശ്വാസം വളരുന്നുള്ളൂ. ഹല്ലേലൂയ. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓടുന്നത് മുഴുവനും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 95 മുതൽ 2000 വരെ നടമാടിയിരുന്ന അത്ഭുതങ്ങൾ ഇപ്പം എവിടെ പോയാലും കാണാനില്ല. നമ്മൾ വളരുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കുന്ന സമയമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് അത്ഭുതങ്ങളിലേക്ക് നോക്കിയായി നമ്മൾ ഓടരുത്, മറിച്ച് യേശുവിലേക്ക് നോക്കി ഓടണം. അപ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ കൂടെ വന്നോളും. ഹല്ലേലൂയ. അതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. നമ്മുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? യേശുവിലേക്ക്. അപ്പോൾ അത്ഭുതം താനെ നമ്മുടെ കൂടെ വന്നോളും. എന്നാൽ ഇന്ന് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന അത്ഭുതം മുമ്പിൽ കാണണം, എന്നിട്ട് വേണം എനിക്ക് വിശ്വസിക്കാൻ. ആ കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചു. അത്തരത്തിലൊരു വിശ്വാസം, പൗലോസ്ലീഹ പറഞ്ഞൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെടാൻ വേണ്ടി ഒന്ന് കരമുയർത്തും സ്തുതിക്കാം എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. കണ്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും കർത്താവേ. 3 യുവാക്കൾ തീക്കുണ്ഠാരത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും രാജാവ് നിർത്തിയിരിക്കുന്ന ആ പ്രതിമയുടെ മുമ്പിൽ ഞങ്ങൾ വണങ്ങില്ല എന്ന്. ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പോലും എന്ന് പറയുമ്പോൾ എന്താണ്? അത്രമാത്രം വിശ്വാസമായിരുന്നു ദാനിയേലിന്റെ പുസ്തകത്തിലെ 3 യുവാക്കളെ പറ്റി പറയുമ്പോൾ. പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ ഇനി ഈ കൺവെൻഷനിലൂടെ നമ്മളൊരു പടി കൂടി വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കാണുന്നു, അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ
ഈ വിശ്വാസത്തെ ദൈവം മാനിക്കുന്നുണ്ട്. ഏത് വിശ്വാസത്തെ? കാണാതെയുള്ള വിശ്വാസത്തെ ആര് മാനിക്കുന്നു? അതുകൊണ്ടാണ് തോമാസ് ലീഹായോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ. യേശുവിൻ്റെ ഉത്ഥാന സമയത്ത് എല്ലാവർക്കും യേശു പ്രത്യക്ഷനായി, എല്ലാവരും കണ്ടു. എന്നാൽ തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ തോമാസ് ലീഹ പറഞ്ഞു, ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ ആണിപ്പാടുള്ള മുറിവിലൊന്ന് ഞാൻ തൊട്ടു നോക്കണം, അവൻ്റെ തിരുവിലാവിലൊന്ന് കൈവയ്ക്കണം, എന്നിട്ടേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഒരാഗ്രഹമായിരിക്കാം അത്. എന്നാൽ 8 ദിവസങ്ങൾക്ക് ശേഷം ഈ ആഗ്രഹത്തിൻ്റെ മുമ്പിലേക്ക് യേശു കടന്നു വരികയാണ്. അടച്ചുപൂട്ടിയ വാതിലിനുള്ളിൽ തോമാസ് ലീഹയും അന്ന് ആ കൂട്ടയുണ്ട്. എന്നിട്ട് തോമാസിനെ വിളിക്കുകയാണ്, തോമസ്, ഇതാ നീ എന്നെ തൊട്ടു നോക്ക്, എന്നെ പരിശോധിക്ക്. തൊടേണ്ട വല്ല ആവശ്യം വന്നോ? അവിടെ വന്നില്ല. മറിച്ച് തോമസ് ലീഹ എന്ത് പറഞ്ഞു? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പണ്ട് ഞാനും ഇതുപോലൊരു വിളി വിളിച്ചിട്ടുണ്ട്. ഇതുപോലൊരു വിളി ഞാനും വിളിച്ചിട്ടുണ്ട് കർത്താവിനെ കണ്ണിൽ കണ്ടപ്പോൾ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങൾ നമ്മുടെ കൂടെ വരും. നമ്മൾ മുമ്പേ പോയാൽ മതി വിശ്വസിച്ച്. വീണ്ടും നമ്മൾ കാണുകയാണ് അടുത്ത വചനത്തിൽ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 10:52 കാണുന്നു, ബർത്തിമേയൂസ് എന്ന് പറഞ്ഞ അന്ധയാചകൻ യേശുവിനെ നിലവിളിച്ചു. ആ നിലവിളിക്കുന്ന മുമ്പിൽ യേശു നിന്നു. അവസാനം അവൻ്റെ ആഗ്രഹത്തിലേക്ക് യേശു കടന്നു ചെന്നു. അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകിക്കൊണ്ട് അവൻ്റെ വിശ്വാസത്തെ യേശു മാനിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒന്നും കണ്ടിട്ടല്ല വിശ്വസിച്ചത്, കേട്ട് വിശ്വസിച്ചു. ആരാണ് അതിലൂടെ കടന്നു പോകുന്നത്? അത് യേശുവാണ് എന്നറിഞ്ഞപ്പോൾ നിലവിളിക്കുകയാണ്. നമ്മൾ കണ്ണ് കുളിർക്കെ കണ്ടു. മൊബൈൽ നെക്കി നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നു, അനേകം കേൾക്കുന്നു. വചനോത്സവം വായിക്കുമ്പോൾ അത്ഭുതങ്ങൾ വായിക്കുന്നു. പക്ഷെ നമുക്ക് വിശ്വാസം വരുന്നില്ല. എന്നാൽ ഒരു അന്ധൻ കണ്ണുള്ളവനേക്കാൾ കൂടുതൽ വിശ്വസിച്ച് വിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ. ആ വിശ്വാസത്തിൻ്റെ മുമ്പിൽ യേശു അവിടെ നിന്നു എന്നുള്ളതാണ്. ഹൃദയത്തിൽ നിന്ന് വിശ്വാസി വിളിക്കുമ്പോൾ നിൽക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടു ബൈബിളിൽ. അതാരാണ്? യേശു. ഹല്ലേലൂയ. വിശ്വാസിയുമായിട്ടുള്ള കാന്തികമായൊരു ബന്ധം യേശുവിനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസമാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ വളർത്തേണ്ടത്. യേശുവിനെ വിളിച്ചാൽ നിൽക്കുന്നവനാണ്. യേശു അവൻ്റെ വിശ്വാസത്തെ മാനിച്ചു. പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത സെക്കൻഡിൽ അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കുന്നു. രക്തസ്രാവക്കാരി ആ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, യേശുവിനെ പറ്റി അവൾ കേട്ടിരുന്നു എന്ന് മാത്രമേ കാണുന്നുള്ളൂ, കണ്ടിട്ടില്ല. എങ്ങനെ കേട്ടത്? ആരോ പറഞ്ഞു കേട്ടു. കേട്ട മാത്രയിൽ വിശ്വാസം ഉണ്ടായി. അതവളെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു. അവൾ സ്വയം മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യുകയാണ്, എനിക്ക് യേശുവിനെ കാണുകയോ ഒരു കയ്യൊപ്പ് വാങ്ങുകയോ ഒരു കൗൺസിലിംഗ് നടത്തുകയോ ഒന്നും വേണ്ട, മറിച്ച് ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ മതി, എൻ്റെ രോഗം സുഖപ്പെടും എന്ന ഒരു വിശ്വാസം താനെ അവൾ വളർത്തിയെടുത്തു. അതിനുവേണ്ടി യേശു സാഹചര്യങ്ങൾ ഒരുക്കി. അവൾക്ക് തൊടുവാൻ തക്ക രീതിയിൽ യേശു അവളുടെ പട്ടണത്തിലൂടെ കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കും. ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക് വേണ്ടി യേശു കടന്നു പോകുന്നവനാണ്, നമുക്ക് വേണ്ടി കടന്നു പോകുന്നവനാണ്. അവസാനം ആൾത്തിരക്കിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടു. തൽക്ഷണം യേശുവിൻ്റെ ശക്തി അവളിലേക്ക് പുറപ്പെടുന്നു. അവളിലെ രോഗം അവളെ വിട്ടുമാറുന്നു. അവളോടും യേശു പറഞ്ഞൊരു വചനമുണ്ട്. എന്താണ്? നിന്റെ വിശ്വാസം, ഒന്ന് ഒച്ചത്ത് പറഞ്ഞാവോ? ഹല്ലേലൂയ. ഇവിടെയൊക്കെ വിശ്വാസത്തെ അഭിനന്ദിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഉടമയാണ് ആര്? പൗലോസ് ലീഹ. ആ പൗലോസ് ലീഹ പറയുകയാണ്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നത് കാഴ്ചയാലല്ല. ഹല്ലേലൂയ. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഈ വചനം നമ്മുടേതായി മാറണം. ഇത്രയും പറഞ്ഞ എൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം കിട്ടിയത് ഞാൻ പറയാം. ഞാൻ ഇതുപോലെ ഈശോ അറിയാത്തൊരു കുടുംബത്തിൽ ജനിച്ചു. എനിക്ക് എൻ്റെ അപ്പൻ
എൻ്റെ 1ാമത്തെ വയസ്സിൽ മരിച്ചു. എനിക്ക് അമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്. അവളെ കല്യാണം കഴിച്ചു. 3-4 കുട്ടികളുടെ അമ്മയാണ്. ഞാനും വിവാഹിതനാണ്. എനിക്ക് ഭാര്യ, 2 മക്കൾ. മൂത്ത ആൾ ഡിഗ്രിക്ക് പഠിക്കുന്ന മകനാണ്. 2ാമത്തെ ആൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെൺകുട്ടിയാണ്. ഇത്രയും അടങ്ങുന്ന കുടുംബമാണ്. അമ്മ, ഭാര്യ, ഞാൻ, 2 മക്കൾ അടങ്ങുന്ന കുടുംബമാണ് എനിക്കിപ്പോൾ ഉള്ളത്. 25ാമത്തെ വയസ്സ് വരെ എൻ്റെ ജീവിതം വിദ്യാഭ്യാസപരമായിട്ട് എനിക്ക് കൂടുതലൊന്നുമില്ല. കാരണം അപ്പനില്ലാത്ത അന്തരീക്ഷം വന്നപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എനിക്കായി. അതുകൊണ്ട് പഠിക്കാൻ വലിയ മണ്ട പണ്ടുമില്ല. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ അങ്ങോട്ട് എത്തണം, പിന്നെ തോറ്റാലും വേണ്ടില്ല എന്നുള്ള ചിന്തയായി. പക്ഷെ 10ലെത്തിയപ്പോഴാണ് ഓർത്തത്, തോൽക്കരുത്, ജയിക്കണം എന്നായിപ്പോയി. പക്ഷെ ജയിക്കാനുള്ള യാതൊരു കഴിവുമില്ല. 8ലും 9ലും തോറ്റവനാണ് ഞാൻ. പിന്നെ 10ൻ്റെ കാര്യം പറയണ്ടല്ലോ. ഹല്ലേലൂയ. പക്ഷെ ബാക്ക് ബെഞ്ചുകാരനായ ഞാൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി ഞാൻ 10ൽ ജയിച്ചു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഇരുന്നവരൊക്കെ തോറ്റു, ഞാൻ ജയിച്ചു. ഒറ്റ കാരണമേ ഉള്ളൂ ജയിക്കാൻ. ആ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ബാലഗോപാലൻ എൻ്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ധ്യാനിച്ചാൽ മതി, നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അങ്ങനെ 215 മാർക്കിൽ 10ാം ക്ലാസ് ജയിച്ചു. പിന്നെ ഒരു പവറായിരുന്നു, വലിയൊരു പവറായിരുന്നു പിന്നെ. പക്ഷെ ആ പവറൊന്നും പിന്നെ ഇല്ല കേട്ടോ. കാരണം അതുകൊണ്ട് ഒരു നേട്ടമില്ല എന്ന് മനസ്സിലായി. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു. എനിക്ക് അറിയാവുന്ന ഒരുപാട് തൊഴിലിലൂടെ പോയി അവസാനം ഒരു ഹൗസ് പെയിൻ്ററായിട്ട് ജോലി ചെയ്യുന്ന കാലം. ഈ കാലയളവിലാണ് ഈ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം ഉണ്ടായതുപോലെ 95-ലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മുടെ നാട്ടിൽ. എൻ്റെ കൂടെ ജോലി ചെയ്തവരൊക്കെ വീട് വെള്ളത്തിലായപ്പോൾ ഞാനിത് കാണാൻ വേണ്ടി പോയതാണ്. അവരെ വീടോ കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഈ ഭീമാകാരമായ അവസ്ഥ കണ്ട് ബസ് പോകുന്ന വഴിയിലൂടെ തോണി പോകുന്ന കാഴ്ച ഞാൻ കാണുന്നത്. ഇത് കണ്ട് തിരിച്ചു വന്നതോടുകൂടി എൻ്റെ ഉള്ളിലെ സ്റ്റാമിന ചോർന്നു പോയി. എന്ന് വെച്ചാൽ ഈ വെള്ളപ്പൊക്കത്തെ തടയാൻ മനുഷ്യനാൽ അസാധ്യം. ജില്ലാ കളക്ടർ വിചാരിച്ചിട്ടും കാര്യമില്ല, മന്ത്രി വിചാരിച്ചിട്ടും കാര്യമില്ല. മഴയെ തടുക്കാൻ പറ്റുന്നില്ല, വെള്ളപ്പൊക്കത്തെ തടുക്കാൻ പറ്റില്ല. അപ്പം മനുഷ്യനാൽ അസാധ്യം എന്ന ചിന്ത എൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി വന്നപ്പം മനുഷ്യൻ വട്ടപൂജ്യമായി. ഒരു കഴിവില്ലാത്തവനാണ് മനുഷ്യൻ എന്നുള്ള ചിന്തയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന ആ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നാളെ അല്ലെങ്കിൽ ഒരു ജീവനുണ്ടല്ലോ, ആ ജീവൻ അങ്ങ് ചോർന്നുപോയി. ഹല്ലേലൂയ. തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ വലിയൊരു ഭയം എൻ്റെ ഉള്ളിൽ ഭരിക്കാൻ തുടങ്ങി. ഈ ഭയം എൻ്റെ ഉറക്കത്തെ കെടുത്തി. നാളെക്കുറിച്ചുള്ള ആകുലത കൂടി. മരണഭീതി വല്ലാതെ എൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ തുടങ്ങി. ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഒരു തിന്മയും ചെയ്യാതെ നീതിമാനായി ജീവിച്ച ഞാൻ 75 കിലോ വെയിറ്റ് 95-ൽ എനിക്കുണ്ടായിരുന്നു. അത് അനുദിനം ചുരുങ്ങാൻ തുടങ്ങി. പെറ്റ അമ്മയ്ക്ക് എൻ്റെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാവാതെയായി. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നു ചോദിക്കും. 5 ഡോക്ടർമാരെ മാറി മാറി കണ്ടു. അവരും പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടിയുണ്ട്. പക്ഷെ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ഉണ്ടോ എന്ന് ഞാൻ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇരിക്കുന്നതിൻ്റെ സമാധാനം എനിക്കറിയാം. നാളെ ഞാൻ ഉണ്ട് എന്നുള്ളതല്ലേ, അതല്ലേ പ്രിയമുള്ളവരെ? നാളെ ഞാൻ ഇല്ല എന്നൊരു ചിന്ത നമുക്ക് എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ തീരും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്നാൽ എൻ്റെ സ്ഥിതി അതായിരുന്നു. നാളെ ഞാൻ ഉണ്ടോ എന്ന് ഞാൻ ഇന്ന് ചിന്തിച്ച് അന്താളിക്കുന്ന അവസ്ഥ വരിക. ഇന്ന് അതിനെ ഡിപ്രഷൻ എന്നൊക്കെ പറയും. അന്ന് അതിന് ഇതുപോലത്തെ പേരുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഇതുപോലത്തെ കേസുകൾ ഒരുപാട് എന്നെ തേടി വരാറുണ്ട് കൗൺസിലിങ്ങിന് വേണ്ടി. ഹല്ലേലൂയ. എനിക്ക് അവരെ നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്, സഹായിക്കാനും പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നവനാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് പറയാൻ കാരണം. അങ്ങനെ ഈ അവസ്ഥ ഞാൻ കൊണ്ടു നടന്നു. ദൈവത്തിന് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഇതിലേക്ക് എത്തി എൻ്റെ അന്വേഷണം. എന്നാൽ മറ്റൊരു പ്രത്യേകത, യേശുക്രിസ്തു കുട്ടിക്കാലം മുതൽ നിക്കറിട്ട് നടക്കുന്ന പ്രായത്തിൽ എൻ്റെ നാവിൽ യേശു ഉണ്ട്. ഈ രാവിലെ ഈ റേഡിയോ പ്രോഗ്രാം കേൾക്കും 6 മണിക്ക്. കുട്ടിക്കാലത്ത് ശീലിച്ച രീതിയാണ്. അപ്പോൾ എവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥന മുഴുവൻ യേശുവിനോടായിരുന്നു. ഇത് ആരും പറഞ്ഞു തരാത്തൊരു രീതിയായിരുന്നു. പക്ഷെ അനുഭവങ്ങളൊന്നുമില്ല കേട്ടോ, ഓരോ അനുഭവം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നാലും എന്തൊരു ഇഷ്ടം. ഇതിലൂടെയായിരുന്നു എൻ്റെ 25 വയസ്സ് വരെയുള്ള യാത്ര. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പാട്ടുണ്ട്. രാവിലെ ഒരു ദിവസം റേഡിയോ തുറന്നപ്പോൾ ഞാൻ കേട്ടൊരു പാട്ടിങ്ങനെയായിരുന്നു. അതാണ് എന്നെ കയറി പിടിച്ചത്. യേശുവേ
രക്ഷക ജീവനാഥ, വേഗം വരേണമെൻ സ്നേഹനാഥ. കല്ലോലമാലകൾ പൊങ്ങിടുന്നു, ആകുല ചിന്തകൾ തിങ്ങിടുന്നു. പഠിക്കേ. യേശുവേ രക്ഷക ജീവനാഥ നാഥ. പ്രായം ചെന്നവർക്കൊക്കെ ഈ പാട്ടറിയാം, പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല. പ്രിയമുള്ളവരെ, ഇത് റേഡിയോയിൽ 4 വരി നിക്കറിട്ട് നടക്കുന്ന പ്രായത്തിൽ കേട്ടതാണ് ഞാൻ. ഇതെൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി. ഞാൻ ഏതെല്ലാം ഫീൽഡിൽ ജോലി ചെയ്യുമ്പോഴും മനസ്സ് അസ്വസ്ഥപ്പെടുമ്പോൾ ഞാൻ ഈ പാട്ട് പാടും. ഒരു ഹൗസ് പെയിൻ്റർ ആകുമ്പോൾ വീടിൻ്റെ മേൽക്കൂരയുടെ മുകളിൽ, ബെഡ്റൂമിൽ, ടോയ്ലറ്റിൽ എന്ന് വേണ്ട എല്ലായിടത്തും പോയി പണിയെടുക്കുന്ന ആളാരാണ്. ഈ രീതിയിലൊക്കെ പണിയെടുക്കുമ്പോഴും വലിയ ഉയരങ്ങളിൽ ചെന്ന് ജോലി ചെയ്യുമ്പോഴും വളരെ മനസ്സിൽ നിരാശ കടന്നു വരുമ്പോൾ അന്നൊക്കെ ചുമ്മാ പാടിയിരുന്നു, യേശുവേ രക്ഷക ജീവനാഥ. ഒരു അനുഭവം ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും മനസ്സിനുള്ളിലെ സന്തോഷം. പ്രിയമുള്ളവരെ, കാലങ്ങൾ മുന്നോട്ട് നീങ്ങി അവസാനം ഞാനൊരു ദൈവ അന്വേഷിയായി. യേശുവിനെ അധരത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ തേടാൻ തുടങ്ങി. ആരാണ് ദൈവം? ഏതാണ് സത്യം? ഈ അന്വേഷണം ഒരുപാട് ആശ്രമങ്ങളിലൂടെയൊക്കെ പോയി. അവസാനം എൻ്റെ അന്വേഷണം ആരറിഞ്ഞു? കർത്താവിൻ്റെ വചനം പറയുകയാണ്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ നിങ്ങളെല്ലാവരും കാണാപ്പാഠം പഠിച്ചൊരു വചനഭാഗമുണ്ട്. അവിടെ ഒരു കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്നൊരു ഭാഗമാണ്. ആ വചനം എന്നിൽ അന്വർത്ഥമായി. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുള്ള നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥ, ഞാൻ ദൈവത്തെ തേടുകയാണ്. ഇതാരറിഞ്ഞു? സത്യദൈവം അറിയുക. ക്രിസ്തു അറിഞ്ഞു. ഞാൻ അന്വേഷിക്കുന്നത് സത്യദൈവത്തെയാണ്. ആരാണെന്ന് എനിക്ക് അപ്പോഴും അറിഞ്ഞുകൂടാ. നാവിലേശമുണ്ട്, പക്ഷെ അനുഭവത്തിലില്ല. വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അടുത്ത വചനം പറയുകയാണ്, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ സത്യദൈവത്തെ കണ്ടെത്താൻ ഇടയാക്കുന്നത് ആരാണ്? നമ്മുടെ കർത്താവ് തന്നെയാണ്. അല്ലാതെ ഒരു മനുഷ്യനും ദൈവത്തെ ഇന്ന് വരെ കണ്ടെത്താൻ ഒരു കഴിവുമില്ല. കർത്താവ് തന്നെ വെളിപ്പെടുത്താത്തോടത്തോളം കാലം നമുക്കാർക്കും കർത്താവിനെ അറിയില്ല. പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് പറയാം. ദൈവത്തെ കണ്ടെത്താൻ ഇടയാക്കിയത്, എൻ്റെ അയൽവക്കത്തൊരു ചേട്ടൻ തെങ്ങെന്ന് വീണ് കിടപ്പിലായി. കാലിൻ്റെ തുടയൽ അങ്ങ് പൊട്ടി. അദ്ദേഹത്തിൻ്റെ പേര് വേലായുധൻ എന്നാണ്. തെങ്ങേറ്റ തൊഴിലാളിയാണ്. ഈ വ്യക്തിയെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ മൗലാനയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. 8 മാസം കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഡോക്ടർ വിധി എഴുതി. 8 മാസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം മെഡിക്കൽ ചെക്കപ്പിന് ചെന്നപ്പോൾ എക്സ്റേയിൽ ഇങ്ങനെ കണ്ടു, എല്ല് വേറിട്ട് കിടക്കുക. ഉള്ളിൽ ക്ലാമ്പെല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷേ എല്ല് ജോയിൻ്റ് ആയിട്ടില്ല. ഡോക്ടർ അന്ന് പറഞ്ഞു, വീണ്ടും ഓപ്പറേഷൻ വേണം എന്ന് പറയുകയാണ്. ഇയാൾ അങ്ങോട്ട് നിരാശനായിപ്പോയി. കാരണം ഇത് രക്ഷപ്പെട്ടു, എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ചെന്നപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞത്? എല്ല് കൂടി ചേർന്നിട്ടില്ല, ഇനിയും ഓപ്പറേഷൻ വേണം. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് നാട്ടുകാരും ഞങ്ങളെല്ലാം കൂടെ സഹായിച്ച വ്യക്തിയാണ്. എന്നാൽ വീണ്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ നിരാശപ്പെട്ട് മലർന്ന് കിടക്കാൻ തുടങ്ങി. അയൽവാസികളായി ഞങ്ങൾ ചെന്ന് സന്ദർശിക്കും, കാണും, സാന്ത്വനവാക്കുകളൊക്കെ പറയുന്നല്ലാതെ ഒരു മാർഗം ഞങ്ങൾക്കില്ല. പ്രിയമുള്ളവരെ, ഈ സമയത്താണ് ഒരു വചനോത്സവം, ഡിവൈൻ ധ്യാന കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന വചനോത്സവം ഒരു കന്യാസ്ത്രീ വഴി എൻ്റെ കുടുംബത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ മറിച്ച് നിങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാനും നോക്കി. മുഴകൾ മാറി, ക്യാൻസർ മാറി, കുട്ടികളില്ലാത്തൊരു കുട്ടികളുണ്ടായി, തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നു. ഇതെല്ലാം ഞാൻ വായിച്ചു. പക്ഷേ വിശ്വാസം തലയിൽ കയറിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഡോക്ടർ ചികിത്സിക്കാതെ അങ്ങനെയാണ് തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുമോ?
ഈ ചിന്ത എന്നെ ഭരിച്ചപ്പോൾ പതുക്കെ വചനോത്സവം മാറ്റിവെച്ചു. യേശുവിനെ എനിക്കിഷ്ടമാണ്, പക്ഷെ രോഗശാന്തി എനിക്ക് അംഗീകരിക്കാൻ വയ്യ. പ്രിയമുള്ളവരെ, എന്നാൽ ഈ പുസ്തകം കാലൊടിഞ്ഞ് കിടക്കുന്ന വേലായുധൻ ചേട്ടൻ്റെ കയ്യിൽ ആരോ കൊണ്ടുപോയി കൊടുത്തു. ഈ മനുഷ്യൻ ഇത് വായിച്ച് തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നതും ക്യാൻസർ രോഗി സുഖപ്പെട്ടതൊക്കെ വായിച്ചപ്പോൾ ഇയാളുടെ ഉള്ളിലൊരു വിശ്വാസം കയറിക്കൂടി. ഈ വ്യക്തി എന്നോട് പറയുകയാണ്, ഈ പറഞ്ഞ ധ്യാന കേന്ദ്രത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ടുപോകാൻ ആളില്ല, മനസമാധാനം കിട്ടിയാലായല്ലോ. ഇത്രയേ ഉള്ളൂ ആ വ്യക്തി എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിനേക്കാൾ തകർന്ന് തരിപ്പണമായ ആളാണ് ഞാൻ. എൻ്റെ ഉള്ളിലാണ് എനിക്ക് പ്രശ്നം, മൂപ്പർക്ക് പുറമെയാണ് പ്രശ്നം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കൂടെ പോരാം. 95 ഒരു ഫെബ്രുവരി മാസം ഡിവൈനിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നാഹങ്ങളൊക്കെ റെഡിയായി. ഞങ്ങൾ അയൽവാസിയായ ഒരു ചേട്ടനും കൂടെ പോന്നു. പക്ഷേ എനിക്ക് അപ്പോഴും സംശയം ബാക്കിയായി. ഞാൻ ഈ മനുഷ്യനെ കക്ഷത്ത് 2 വടിയും വെച്ച് കൊണ്ടുപോവാണ്. ഇദ്ദേഹം അവിടെ പോയാൽ എന്ത് നടക്കണം, എന്ത് സംഭവിക്കണം? എഴുന്നേറ്റ് നടക്കണം. പക്ഷെ ഇത് എൻ്റെ ബുദ്ധിയിൽ അങ്ങനെ സംഭവമില്ല. മനസമാധാനം കിട്ടിയാൽ ആയല്ലോ, അതാണ് ഇയാൾക്കുള്ളത്. എന്നാൽ ഇതൊന്നും കൂടി അറിയാൻ വേണ്ടി ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഡിവൈനിൽ പല മിനിസ്ട്രികളിലും ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്, മലപ്പുറത്തുകാരനാണ്. ഇന്നിപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിലെ കീബോർഡിസ്റ്റാണ്. ഞാൻ ഇദ്ദേഹത്തിന് അങ്ങോട്ട് ഇടിച്ചു കയറി പരിചയപ്പെട്ട് ചോദിച്ചു, സുഹൃത്തെ ഞങ്ങൾ കാലൊടിഞ്ഞ ഇന്ന ആളെ ഡിവൈനിലേക്ക് കൊണ്ടുപോവുകയാണ്, ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇത് വല്ലതും നടക്കുമോ? ഹല്ലേലൂയ. അദ്ദേഹം കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു, തളർവാദ രോഗികൾ നടക്കണം ഞാനും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് കാലൊടിഞ്ഞൊരു കേസല്ലേ? ഹല്ലേലൂയ. അതുവരെ കെട്ടിപ്പോക്കി ഉണ്ടാക്കിയ വിശ്വാസം ഒന്ന് താന്നു. പക്ഷെ വിട്ടുകൊടുത്തില്ല, പോകാൻ ഒരുങ്ങി. എൻ്റെ വീടിൻ്റെ ഒരു നിശ്ചിത ദൂരത്ത് ഓട്ടോറിക്ഷ വരും, ഒരു കുന്ന് കയറണം. കക്ഷത്ത് വടിയും വെച്ച് ഇങ്ങനെ ചാടി ഈ മനുഷ്യൻ ഓട്ടോറിക്ഷയിലേക്ക് അങ്ങ് കയറിയപ്പോൾ ഡിവൈനിൽ പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണിൽ കണ്ട എൻ്റെ പ്രായം ചെന്ന അച്ചമ്മ ഒരു വാക്ക് പറഞ്ഞു, വേലായുധ നീ തിരിച്ചു വരുമ്പോൾ നിൻ്റെ കയ്യിൽ ഈ വടി കാണരുത്, നീ നടന്നിട്ട് വേണം വരാൻ. ഈ വാക്ക് ശരിക്കും കൊണ്ടത് എനിക്കാണ്. കാരണം ഈ മനുഷ്യനെ കൊണ്ടുപോകുന്ന ആരാണ്? ഞാനാണ്. ആ ഓട്ടോറിക്ഷയിൽ ഇരുന്ന ആ നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഇദ്ദേഹത്തിന് വല്ല മാറ്റവും കൊടുക്കണേ. ഞങ്ങൾ ഡിവൈനിൽ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ, മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. KSRTC ബസ്സിൽ അദ്ദേഹത്തിന് എടുത്തു കയറ്റി 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഡിവൈൻ്റെ മുമ്പിൽ ഇറങ്ങി, വീണ്ടും ഓട്ടോറിക്ഷയിൽ കയറി ഡിവൈൻ്റെ ഉള്ളിലിറങ്ങി അദ്ദേഹത്തിൻ്റെ വീൽ ചെയറിൽ ഇരുത്തി രോഗികളുടെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് നേരത്തിന് ടോയ്ലറ്റ് കൊണ്ടുപോകണം, നേരത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയ ആളാണ് ഞാൻ ധ്യാനം കൂടാൻ പോയതല്ല, ഇയാൾക്ക് വേണ്ടി പോയതാണ്. പക്ഷെ അവിടുത്തെ പ്രേക്ഷിതർ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ അവിടെ പോയിട്ട് ഓഡിറ്റോറിയത്തിൽ പോയിരുന്നോളൂ, ഇയാളെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഞാനൊരു പോക്ക് പോയിട്ടുണ്ട്. അവിടെ പോയി ഇരുന്നു എന്നല്ലാതെ എൻ്റെ ഹൃദയം മുഴുവൻ ഇവിടെ കിടക്കുന്നത്. അവിടെ ഇരിക്കുന്നു, നായ്ക്കമ്പറമ്പിലച്ചൻ വരുന്നു, പനക്കിലച്ചൻ വരുന്നു, ഗംഭീര പാട്ട്, എല്ലാ പരിപാടിയും. 7000 ജനങ്ങൾ 6 ഭാഷകളിൽ അന്ന് ഡിവൈനിലുണ്ട് 95. ഞാൻ അപ്സ്റ്റെയറിലാണ് ഇരിക്കുന്നത്, ഉയർന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. എൻ്റെ ഹൃദയം അവിടെയാണ്. 10 മണിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഓടിച്ചെല്ലും, വേലയതട്ട വല്ല മാറ്റമുണ്ടോ? ഇത് മാത്രമേ എനിക്കുള്ളൂ, ഈ പറയുന്നൊന്നും എന്നെ ഏൽക്കുന്നില്ല. ഹല്ലേലൂയ. ദിവസങ്ങൾ 1, 2, 3 വ്യാഴാഴ്ച ദിവസം എത്തി. അവിടെ ബഹുമാനപ്പെട്ട ധ്യാനഗുരുക്കന്മാർ പറഞ്ഞത്, ഇവിടെ അത്ഭുതം നടക്കും, തളർവാദ രോഗികൾ എഴുന്നേറ്റ് ഓടും, മുഴകൾ അപ്രത്യക്ഷമാകും. വാ തോരാതെ പറയുന്നുണ്ട്, പക്ഷെ കണ്ണ് കാണണ്ടേ. ഹല്ലേലൂയ. വ്യാഴാഴ്ച ദിവസം, പിന്നെ ആകെ 2 ദിവസമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു, എൻ്റെ കർത്താവേ ഈ പറയുന്നത് ഒന്നും ഇവിടെ നടക്കുന്നില്ല. പിന്നെ ഒത്തിരി പേര് സ്റ്റേജിൽ വന്നിട്ട് മൈക്കെ പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളാണ്, എൻ്റെ കൈ തളർന്നതായി, ഇപ്പം എൻ്റെ കൈ ഉയർത്താൻ പറ്റി, എൻ്റെ ശരീരത്തിൽ ഇന്ന ഭാഗത്തൊരു മുഴയുണ്ട്, ആ മുഴയെ കാണാനില്ല. അയാൾ ഇറങ്ങിപ്പോയി. അടുത്ത ആൾ വന്നു, കണ്ണിന് കാഴ്ചശക്തി എനിക്ക് തിരിച്ചു കിട്ടി, ഇപ്പം എനിക്ക് കണ്ണടയെ വേണ്ട. ഒത്തിരി പേര് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ അപ്സ്റ്റെയറിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ മുന്നേ കൂട്ടി ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. കാരണം ഇവരൊന്നും എനിക്ക് പരിചയമില്ലല്ലോ. മുണ്ടക്കയത്തു നിന്നുള്ള ഒരു ചേട്ടൻ പറയുകയാണ്, എൻ്റെ ശരീരത്തിലെ മുഴ പോയി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുനിന്ന് വന്ന എനിക്ക് വിശ്വാസം വരുമോ പ്രിയമുള്ളവർ? എനിക്ക് അയാളെ പരിചയം പോലും ഇല്ല. അതുകൊണ്ട് ഈ ഇറങ്ങിപ്പോകുന്ന, ആ കയറിപ്പോകുന്ന ഒരു മനുഷ്യനെയും പറഞ്ഞ ഒരു കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പോഴും നോക്കുന്ന ആരെയാണ്? ഞാൻ നമ്മളെ ആളവിടെ കിടക്കുകയാണ്.
ഞാൻ വീണ്ടും നിരാശനായി ചെന്നു. വിലതട്ട വല്ല മാറ്റമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കർത്താവ് എന്നെ കാണുന്നില്ല ആവോ. ഈ വാക്കിട്ട് നിരാശനായിട്ട് ഞാൻ പോയി. വ്യാഴാഴ്ച ദിവസം പ്രിയമുള്ളവരെ ഉച്ച സമയത്ത് ഒരു സ്തുതിപ്പിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഒരു വാക്ക് പറഞ്ഞു. ഇവിടെ നെഞ്ചിനകത്ത് കനം, തലയ്ക്കകത്ത് ഭാരമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അവർ ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ഇത് എനിക്കിട്ട് കൊണ്ടു. അപ്പോൾ ഒരു സമാധാനം വന്നു. കാരണം എന്നെ കർത്താവ് കാണുന്നുണ്ട് എന്നൊരു ചിന്ത വന്നു. ഞാൻ മുന്നും പിന്നും നോക്കിയില്ല. അടുത്ത സെക്കൻഡിലെ സ്തുതിപ്പിൽ ഞാനും അങ്ങ് സ്തുതിച്ചു. അതുവരെ ഞാൻ ഈ വ്യക്തിയെ നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ നിക്ഷേപം എവിടെയോ? അപ്പം എൻ്റെ ഹൃദയം അതുവരെ ഈ രോഗികളെ വാർഡിലായിരുന്നു. പിന്നെ ഹൃദയം പതുക്കെ അങ്ങോട്ട് പോകുന്നു. വ്യാഴാഴ്ച പിന്നെ സ്റ്റേജിലെത്തി. ഇത് കുഴപ്പമില്ലല്ലോ, തരക്കടില്ലല്ലോ ഈ പരിപാടി. അപ്പോഴാണ് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ആ സ്തുതിപ്പിലാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നെ തൊട്ടത്. ഹല്ലേലൂയ. അതുവരെ മദ്യപാനം, പുകവലി, ഹാൻസ്, പാൻപരാഗ് എന്ന് വേണ്ട ഒരു ദുശീലത്തിലും പോയി പെടാത്ത ഞാൻ സ്വയം അഹങ്കരിച്ചു ഒരു നീതിമാനായിട്ട്, പാപമില്ലാത്ത മനുഷ്യനായിട്ട്. എന്നാൽ കർത്താവ് എന്നെ തൊട്ടതോടുകൂടി ആ സ്തുതിപ്പിൽ ഞാൻ അന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇവിടെ ഇരിക്കുന്ന 7000 പേരിൽ ഏറ്റവും വലിയ പാപി ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പിന്നെ എത്ര മണിക്കൂർ കരഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചുട് കണ്ണുനീര് പെയ്തു പോയപ്പോൾ ഞാൻ കണ്ടു, പ്രിയമുള്ളവരെ, ഓർമ്മ വെച്ച കാലം മുതൽ 25 വയസ്സ് എനിക്ക് അന്നുണ്ട്, 95-ൽ. ആ നിമിഷം വരെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വാക്കാലോ പ്രവർത്തിയാലോ ചിന്തയാലോ ചെയ്തു പോയത് മുഴുവനും ഒരു സ്ക്രീനിലൂടെ ഇങ്ങനെ കടന്നു പോവുക. ഹല്ലേലൂയ. നമ്മളെ ഫുൾ ഫോട്ടോസ്റ്റാറ്റ് ആരുടെ കയ്യിലുണ്ട്? പറഞ്ഞതും നോക്കിയതും കണ്ടതും ചിരിച്ചതും പരിഹസിച്ചതും കുറ്റം പിരിച്ചതും നമ്മൾ നീതിമാന്മാർ, ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ. പക്ഷെ ഇത് കണ്ടതോട് കൂടിയുണ്ടല്ലോ, എനിക്ക് കരഞ്ഞിട്ട് മതി വരുന്നില്ല. ആ ചുട് കണ്ണുനീര് പെയ്ത് പോയതോടുകൂടി പ്രിയമുള്ളവരെ, ഞാൻ ജീവനുള്ളവനായി മാറി. അതുവരെ മരിച്ചതിന് തുല്യമായിരുന്നു. ഒരു മനുഷ്യനങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിനിമാ ഭ്രാന്തനായ ഞാൻ ആ കാലത്ത് സിനിമയ്ക്ക് പോയി മനസമാധാനം കിട്ടാൻ വേണ്ടി ഇൻ്റർവെല്ലിൽ ഇറങ്ങി പോരേണ്ടി വന്നു. അടിയും കുത്തും കണ്ടാൽ ഒരു പ്രശ്നമില്ലാതെ ഞാൻ താങ്ങാൻ പറ്റുന്നില്ല, ഹൃദയത്തിന് ഇറങ്ങിപ്പോന്നു. പത്രം നോക്കാൻ എനിക്ക് വയ്യ, TV കാണാൻ വയ്യ. അതുപോലെ ഭീകരാവസ്ഥയിൽ നിന്ന് കർത്താവ് ആ നിമിഷം എന്നെ മോചിപ്പിച്ചു. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:63, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ജീവൻ്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ മൃതനായിരുന്ന ഞാൻ ജീവനുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, ആ നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ വന്ന മാറ്റം അത്ഭുതമായിരുന്നു. എനിക്ക് എന്നോട് വെറുപ്പായിരുന്നു സത്യത്തിൽ. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം, അത് നീതിപൂർവമായ വിജയമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വക്കീൽമാർ, ഡോക്ടർമാർ, അഡ്വക്കേറ്റുമാർ, പോലീസുമാർ. ഞാനാണെങ്കിൽ ഇതൊന്നും അല്ലാത്തൊരു വഴിക്ക് പോയി. എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു എന്നോട്, എൻ്റെ ഈ ജീവിതത്തോട്. എന്ത് ചെയ്താലും പരാജയം. കുടുംബത്തിൽ നിന്ന് എപ്പോഴും എനിക്ക് ഈ എന്താ പറയുക, പൊട്ടൻ, മണ്ടൻ, ഇങ്ങനെയുള്ള വാക്കുകളെ കിട്ടി ഇപ്പോൾ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയി ചുരുക്കി പറഞ്ഞ്. പക്ഷേ ഇതെല്ലാം ഉണ്ടല്ലോ കർത്താവ് അങ്ങ് മാറ്റി. എനിക്കന്ന് എന്നോട് തോന്നിയ ഒരു ഇഷ്ടത്തിന് കണക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റി, എന്നെ അംഗീകരിക്കാൻ പറ്റി. എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ എന്ന് വേണ്ട എല്ലാത്തിനും എനിക്ക് സ്വീകരിക്കാൻ പറ്റി. കാരണം യേശു എന്നെ സ്നേഹിച്ചെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൂടാ? ഇതായിരുന്നു എനിക്ക് കിട്ടിയ ചിന്ത.